ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു വെജ് റെസിപ്പിയാണ്, സോയ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. പിന്നെ വെജിറ്റേറിയൻസിന് നല്ല ഒരു കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് തന്നെ നമ്മൾ സോയ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണേ. ഒക്കെ കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗാർലിക് സോയയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. ഗരം മസാല ഞാൻ ചേർക്കണില്ല. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ലെമൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ലെമണിന് പകരം വിനീഗറോ അല്ലെങ്കിൽ സോയ സോസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൈദ. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഒരു 2 സവാള അതേ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 തുടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യണ്ട, ഓയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ 2-3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് കൊടുത്തു വയ്ക്കാൻ നല്ലതാണ്. സ്നാക്സ് ആയിട്ട് കഴിക്കാം. വെറുതെ അങ്ങനെ ചായക്കൊക്കെ ഇരിക്കുമ്പോൾ സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുക കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 3 തുടം വരെ എടുത്തോളൂ. ഗാർലിക്കിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴച്ചെടുക്കുക. സവോളയുടെ ഒന്ന് നിറം മാറുമ്പോൾ നമ്മളതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു അത്യാവശ്യം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് സോയ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണ്ടേ, അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് സോയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവട്ടെ. നിങ്ങൾക്കത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഗാർലിക് സോയയാണ് കേട്ടോ. സ്നാക്സായിട്ടും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക്